ഹായ് നമസ്കാരം. ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കേ പെട്ടെന്നുള്ള ഒരു ഉള്ളിക്കറി ഉണ്ടാക്കിയാലോ? അതായത് തേങ്ങ വറുത്തരക്കാത്ത ഉള്ളിക്കറിയാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു 1/2 കിലോ ഉള്ളി എടുത്തിട്ടുണ്ട്, കൊച്ചുള്ളി. അപ്പോൾ നമുക്കിതൊന്ന് പൊളിച്ചെടുക്കാം. അപ്പോൾ വീടിനകത്തൊക്കെ വെച്ച് പൊളിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ തൊലിയൊക്കെ നമ്മുടെ കിച്ചണിലൊക്കെ വീഴും. അപ്പം ഞാൻ എന്ത് ചെയ്തു, കിഴക്ക് വശത്തുള്ള തോടിൻ്റെ അരികിൽ പോയി നിന്ന് പൊളിക്കുവാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ പൊളിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് ഒരു പാത്രത്തിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഒരു 2-3 പ്രാവശ്യം കഴുകിയെടുത്തിട്ട് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. എന്നിട്ടൊരു 3 പച്ചമുളക് കൂടി അരിഞ്ഞത് ഇതിനകത്തേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഈ ഉള്ളിക്കറി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ്: ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 2 നുള്ള് ഉലുവപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ കടുക് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കാം. അതായത് ഞാനിവിടെ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് ചീനച്ചട്ടി ഒന്ന് ചൂടാകുമ്പോഴേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉള്ളിക്കറി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് കടുക് പൊട്ടി വരുമ്പോഴേക്ക് എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് പിന്നെ അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുമ്പോഴേക്ക് നമുക്ക് അതിനകത്തേക്ക് അല്പം ഉപ്പൂടെ ചേർത്താൽ പെട്ടെന്ന് തന്നെ ഇത് വഴന്ന് കിട്ടും കേട്ടോ. അങ്ങനെ ഉള്ളി നല്ലതുപോലെ വഴറ്റിയെടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ ശർക്കര നീര് അതിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളി ഒന്ന് നല്ലതുപോലെ വഴന്ന് വരുമ്പോഴേക്ക് നമുക്ക് അല്പം ഉപ്പുകൂടെ ഞാനിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളി ഒന്ന് മുരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പൊടികളുണ്ടല്ലോ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉലുവപ്പൊടി എല്ലാം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ പൊടികളെല്ലാം ഉള്ളിയിൽ കിടന്നൊന്ന് നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർക്കാം. പുളിയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് അല്പം ഉപ്പിൻ്റെ കൂടെ ആവശ്യമുണ്ട്. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര നീരും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിക്കറി റെഡിയായി വരുമ്പോഴേക്ക് നല്ല മണമാണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് വളരെ നല്ല കറിയാണ് കേട്ടോ. തേങ്ങയൊന്നും വറുത്തരച്ച് ചേർക്കാത്ത ഉള്ളിക്കറി പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊരു 2-3 മിനിറ്റിന് ശേഷം നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കുമ്പോഴേക്ക് എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല പാകമായിട്ട് ഉള്ളിക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു ഉള്ളിക്കറിയാണ് കേട്ടോ. അപ്പോൾ പറ്റാവുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.